ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ലെറ്റ്സ് റിവൈൻഡിൽ വരുന്ന ആക്ടിവിറ്റീസും അടങ്ങിയ ക്ലാസ്സാണിത്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു ക്ലാസ് ആയിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ, സ്റ്റഡി നോട്ട്സ്, അതുപോലെ തന്നെ മോഡൽ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ആദ്യ ചോദ്യം വരുന്നത്, ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം അവർ ഏർലിയർ വിസിറ്റ്സ്? ഇപ്പോൾ നമ്മുടെ ഈ കഥ പറയുന്ന ഈ സ്പീക്കർ ആരാണോ, ഈ കഥയിലെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളുണ്ട്. അയാളാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ. അയാൾ എവിടെ പോവുകയാണ്? സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അയാൾ മുമ്പ് അവിടെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് ഇത്തവണത്തെ വിസിറ്റിൽ വ്യത്യസ്തം എന്നാണ് ചോദ്യം. മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം, ഇൻ ഹെർ ഏർലിയർ വിസിറ്റ്സ് ടു സ്റ്റോക്ക്ഹോം ഷീ വാണ്ടഡ് ടു പാസ് സം എക്സാമിനേഷൻസ് ബട്ട് നൗ ഷീ ഈസ് ഗോയിങ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ്. മുമ്പ് അവർ സ്റ്റോക്ക്ഹോം വിസിറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാംസ് പാസ്സാവാൻ വേണ്ടി, പരീക്ഷ എഴുതാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പോകുന്നത് എന്തിനാ? പരമോന്നത ബഹുമതിയായ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോണതിൽ. അവർക്ക് നൊബേൽ കിട്ടി, നൊബേൽ പ്രൈസ് വാങ്ങാൻ പോവുകയാണ്. അടുത്ത ചോദ്യം, ഹൗ ഡു യു സ്പെൻഡ് ടൈം വെൻ യു ഗോ ഓൺ എ ലോങ് ജേണി? നിങ്ങളൊരു ദൂരയാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കുക? ഉത്തരം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാട്ടോ. ബിക്കോസ് ഇപ്പം മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും മൊബൈലിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് റീഡ് ചെയ്യുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യുന്നതും മൊബൈലിലായിരിക്കും. ബട്ട് ഇത് ഞാൻ എൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ട് നിങ്ങൾ എടുത്ത് എഴുതുക. ഡ്യൂറിങ് മൈ ട്രെയിൻ ജേണി ഐ സ്പെൻഡ് ടൈം റീഡിങ് ബുക്സ്. ട്രെയിൻ ജേണിയിൽ മെയിനായിട്ട് ബുക്ക് വായിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് എ ബസ് ജേണി, ഇനി അതൊരു ബസ് ജേണി ആണെങ്കിൽ ഐ ഒബ്സർവ് ദി സറൗണ്ടിങ്സ്, ചുറ്റുപാടും നിരീക്ഷിക്കുന്നു ബസ്സിലാണെങ്കിൽ. അടുത്ത ചോദ്യം, ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറോ. ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ചിന്തിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള സങ്കടത്തിലേക്ക് പോയി. വൈ വാസ് ഷീ സാഡ് അറ്റ് ദ തോട്ട് ഓഫ് ഹർ ഫാദർ? എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചിന്തകളിൽ അവർ ഇത്രയും സാഡായത്? ഉത്തരം, ഷീ വാസ് സാഡ് അറ്റ് ദ തോട്ട് ഓഫ് ഹർ ഫാദർ ബിക്കോസ് ഹർ ഫാദർ ഇസ് നോ മോർ ആൻഡ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ടെൽ ഹിം ദ ഗുഡ് ന്യൂസ് ഓഫ് ഹർ റിസീവിങ് ദ നൊബേൽ പ്രൈസ്. അപ്പോൾ അച്ഛനിപ്പോൾ ജീവനോടെ ഇല്ല. പിന്നെ ഈ നോബൽ പ്രൈസ് വാങ്ങുന്ന കാര്യം, ഈ ഒരു ഗുഡ് ന്യൂസ് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് അവർ സാഡായത്. നെക്സ്റ്റ്, ദ കോച്ചസ് നോ ലോങ്ങർ സീംഡ് ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ സോ? അപ്പോൾ ഒരു ട്രെയിനിലാണല്ലോ പോണത്. അപ്പോൾ ട്രെയിനിലെ കോച്ചസ് പാളത്തിലൂടെയൊന്നും അല്ല ഓടുന്നത് എന്ന് അവർക്ക് തോന്നി, പറക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. എന്തുകൊണ്ട്? Speaker feels so because the train has gathered speed, and when the train runs in high speed, the noises of the rattling of the wheels become negligible and one feels he is gliding into space. What is your impression of the writer's father? ആ റൈറ്ററിൻ്റെ അച്ഛനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ് ചോദ്യം. ആൻസർ, the writer's father is a very good father. He entertains his children by playing the piano and singing bellman song. ഈ നമ്മുടെ എഴുത്തുകാരുടെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി പിയാനോ വായിച്ചു കൊടുക്കും, ബെൽമാൻ സോങ്സ് പാടിക്കൊടുക്കും. ഹി എൻകറേജസ് ദം ടു റീഡ് ടെഗ്നർ, റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. ഇതൊക്കെ റൈറ്റേഴ്സിൻ്റെ പേരാണ്. ഇവരുടെ ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി കുട്ടികളെ പ്രചോദിപ്പിക്കും. ഹു റോട്ട് ഫെയറി ടെയിൽസ് ആൻഡ് സഗാസ് ഓഫ് ഹീറോസ്. അപ്പോൾ ഇവരുടെ ബുക്കുകളൊക്കെ വായിക്കാൻ അവരെ എൻകറേജ് ചെയ്യും. അടുത്ത ചോദ്യം, ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ ട്വൈസ്. വാട്ട് അഡ്വൈസ് ഡസ് എ സ്പീക്കർ റിക്വസ്റ്റ് ഓഫ് ഹർ ഫാദർ? അപ്പോൾ ഞാൻ വന്നത് അങ്ങയുടെ ഉപദേശം സ്വീകരിക്കാനാണ്. തൻ്റെ പിതാവിൽ നിന്ന് എന്ത് ഉപദേശമായിരുന്നു എഴുത്തുകാരിക്ക് വേണ്ടത്? മെനി പീപ്പിൾ ഹാവ് ഹെൽപ്ഡ് ദ റൈറ്റർ ടു ഗെറ്റ് ദ നൊബേൽ പ്രൈസ്. ഒരുപാട് ആളുകൾ അവർക്ക് നോബൽ പ്രൈസ് കിട്ടാൻ അവരെ സഹായിച്ചു. ഷി ഹാസ് ടു താങ്ക് ഹർ പാരൻസ്. അവർ ആദ്യം താങ്ക്സ് പറയുന്നത് അവരുടെ പാരൻസിന്, പിന്നെ അവരുടെ സഹോദരങ്ങൾക്ക്, ഹർ സിബ്ലിങ്സ്, ആൻഡ് ദ പുവർ, ദ ഹോംലെസ്, വാഗബോൺസ് ഹു സാങ് ഓൾ ദോസ് സോങ്സ്, ഡിഡ് മിസ്ചീവ്സ് ആൻഡ് പ്രാങ്ക്സ്, ദ ഓൾഡ് മെൻ ആൻഡ് വിമൺ ഹു ടോൾഡ് ഹർ വണ്ടർഫുൾ സ്റ്റോറീസ്. ആനിമൽസിന്, ഓൾഡ് മെൻ ആൻഡ് വിമണിന്, ബേർഡ്സ് ഓഫ് ദ സ്കൈസ്, ആകാശത്തിലെ പറവകൾക്ക്, മരങ്ങൾക്ക്, ഫ്ലവേഴ്സ് ഹു ഷെയർ സം ഓഫ് ദെയർ സീക്രറ്റ്സ് വിത്ത് ഹർ, പൂക്കൾക്ക്, പിന്നെ അവരുടെ റീഡേഴ്സിന്, ഹെർ റീഡേഴ്സ് ഇവൺ ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു പ്രൈസ്ഡ് ആൻഡ് ക്രിട്ടിസൈസ്ഡ് ഹെർ. അവരെ വിമർശിച്ചവർക്ക്, അവരെ പ്രശംസിച്ചവർക്ക് എല്ലാം. ഹെർ ഫ്രണ്ട് എസൽഡെ, അവരുടെ ഫ്രണ്ട് എസൽഡേക്ക്, ആൻഡ് ദെൻ ദ സ്വീഡിഷ് അക്കാഡമി. ഈ സ്വീഡിഷ് അക്കാഡമിയാണ് ഈ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് അവർക്ക്. അങ്ങനെ എല്ലാവർക്കും ആര് താങ്ക്സ് പറയുന്നുണ്ട്? നമ്മുടെ ഈ എഴുത്തുകാരി താങ്ക്സ് പറയുന്നുണ്ട്.
അടുത്ത ചോദ്യം, എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്, വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ? അവരുടെ കണ്ണുകളിൽ എന്ത് വന്നു? ഒരു അത്ഭുതം കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? He realized that his daughter was thanking him for his help in developing her talents of writing. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് അയാളുടെ മകൾ അയാൾക്ക് താങ്ക്സ് പറയുകയാണ് ആ ടാലൻസ് പുറത്ത് കൊണ്ടുവരാൻ അവരെ സഹായിച്ചതിന്. ആൻഡ് ഹി ഹാഡ് എൻ്റർടൈൻ ഹർ ബൈ പ്ലേയിങ് ദ പിയാനോ പ്ലേ ചെയ്തും പാട്ട് പാടിക്കൊടുത്തും അവരെ എൻ്റർടൈൻ ചെയ്തതിന്. പിന്നെ ഹി എൻകറേജ്ഡ് ഹർ ടു റീഡ് ടെഗ്നർ, റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ ഹു റോട്ട് ഫെയറി ടെയിൽസ് ആൻഡ് സഗാസ് ഓഫ് ഹീറോസ്. അപ്പോൾ ഇവരുടെ എല്ലാം ബുക്കുകൾ വായിക്കാൻ പ്രചോദിപ്പിച്ചു അല്ലേ. ഓൾ ദിസ് ഹെൽപ്ഡ് ഹർ ടു ബിക്കം എ റൈറ്റർ. ഇതെല്ലാം ഒരു എഴുത്തുകാരിയായി മാറാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഗെറ്റ് ദ നോബൽ പ്രൈസ്. അപ്പോൾ അതിനൊടുവിൽ അവർക്ക് നൊബേൽ പ്രൈസും കിട്ടിയല്ലേ. അടുത്ത ചോദ്യം, ഡു യു തിങ്ക് ദർ ഇസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്? നിങ്ങൾ കരുതുന്നുണ്ടോ പാറകളിലും ബ്ലാക്ക് ഫോറസ്റ്റ് കാടുകളിലുമൊക്കെ പോയട്രി, കവിത ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്? സ്റ്റേറ്റ് റീസൺസ്, കാരണങ്ങൾ എഴുതുക. യെസ്, ഐ തിങ്ക് ദർ ഇസ് പോയട്രി ഇൻ ഹാർഡ് റോക്ക് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. യെസ്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പോയട്രി ഈസ് അബൌട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഓർ മൂവിങ് ഓർ ടച്ചിങ് അവർ ഇമോഷൻസ്. അപ്പോൾ കവിത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതും നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്നതുമായ ഒരു കാര്യമാണ്. ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് ക്യാൻ മേക്ക് അസ് തിങ്ക് ബിക്കോസ് ഓഫ് ദർ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വേഴ്സിറ്റീസ്. ഉറച്ച പാറ അല്ലെങ്കിൽ കാട് എല്ലാ ബുദ്ധിമുട്ടുകളിലും അത് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലേ. അതിനുള്ള കഴിവ് ഈ പാറക്കഷ്ണങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് കവിതയിലൂടെ കാണിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ഡസ് സെൽമാസ് ഫാദർ കൺസോൾ ഹർ? സെൽമയുടെ ഫാദർ, സെൽമ ലാഗർലോഫ് ആണ് നമ്മുടെ കഥാകാരി കേട്ടോ, ഇതിലെ എഴുത്തുകാരി. അവരുടെ ഫാദർ അവരെങ്ങനെയാണ് സാന്ത്വനിപ്പിക്കുന്നത്? സെൽമാസ് ഫാദർ കൺസോൾസ് ഹർ ബൈ ടെല്ലിങ് ഹർ ദാറ്റ് ദർ വാസ് എ റെമഡി ഫോർ ഹർ ട്രബിൾ. അവളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷർ. വൈ ഈസ് ദ സ്പീക്കർ താങ്ക്ഫുൾ ഈവൻ ടു ദോസ് ഹു ക്രിട്ടിസൈസ്ഡ് ഹർ? അപ്പോൾ എനിക്ക് അവരോട് കടപ്പാടുണ്ട്, നമ്മളെ പ്രശംസിച്ചവർക്കും വിമർശിച്ചവർക്കും അല്ലേ. എന്തുകൊണ്ടാണ് വിമർശിക്കുന്നവരോടും കടപ്പാടുണ്ടെന്ന് നമ്മുടെ ഓഥർ എഴുത്തുകാരി ഇവിടെ പറയുന്നത്? ഉത്തരം, the speaker is thankful even to those who criticized her because the critics pointed out the mistakes and shortcomings in her writings. അപ്പോൾ എപ്പോഴും വിമർശിക്കുന്നവർ നമ്മുടെ തെറ്റുകൾ അവർ കാണിച്ചു തരികയാണല്ലോ. നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ എവിടെയെങ്കിലും എടുത്തിട്ടായിരിക്കും അവർ നമ്മളെ വിമർശിക്കുക, കുറ്റം പറയുക. നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പോയിന്റുകളൊക്കെ പിടിച്ചിട്ട് അവർ നമ്മളെ വിമർശിക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് തിരുത്തുക. ഇവിടെ അവരും അതാ ചെയ്തത്. അവരെ വിമർശിച്ചവരെ ആ വിമർശനങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഥർ അത് തിരുത്തി. അങ്ങനെ ആ ക്രിറ്റിസിസം അവരെ സഹായിച്ചു. ഹെൽപ്ഡ് ഹർ ടു ഇംപ്രൂവ് ഹർ റൈറ്റിംഗ്. അവരപ്പോൾ ഇംപ്രൂവ് ചെയ്തിട്ട് എഴുതി തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഷീ ബിക്കം എലിജിബിൾ ഫോർ ദ നോബൽ പ്രൈസ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഈ നോബൽ പ്രൈസ് അച്ചീവ് ചെയ്തത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് മേക്സ് ഫാദർ ലെസ് കാം? ഈ അച്ഛൻ കുറച്ച് അസ്വസ്ഥനായി എന്തുകൊണ്ടെന്നാണ്? ഉത്തരം, സെൽമാസ് മെൻഷൻ ഓഫ് ദ ക്രിട്ടിക്സ് ഹു സെൻഷേർഡ് ഹെർ മേക്ക് ഫാദർ ലെസ് കാം. അപ്പോൾ സെൽമ ആ ക്രിട്ടിക്സിനെ കുറിച്ചിട്ട്, വിമർശകരെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തതാണ് അവരെ അസ്വസ്ഥരാക്കിയത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ഹർ ഫ്രണ്ട്സ് ആൻഡ് റീഡേഴ്സ് കോൺട്രിബ്യൂട്ട് ടു സെൽമ ലാഗർലോഫ്സ് ജേർണി ടു ദ നോബൽ പ്രൈസ്? സെൽമ ലാഗർലോഫിൻ്റെ ഫ്രണ്ട്സും അവരുടെ റീഡേഴ്സും എങ്ങനെയാണ് അവരെ നോബൽ പ്രൈസിലേക്ക് എത്താൻ സഹായിച്ചത് എന്നുള്ളതാണ്. Her friends and readers contributed to Selma Lagerlof's journey to the Nobel Prize by opening the doors for her. അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു. ആൻഡ് സപ്പോർട്ടിങ് ഹർ, അവരെ സപ്പോർട്ട് ചെയ്തു. വെൻ നോബഡി ഡെയർഡ് ടു ബിലീവ് ഇൻ ഹർ, ആരും അവരെ വിശ്വസിക്കാതിരുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സും റീഡേഴ്സും വായനക്കാരും അവരെ അങ്ങനെയാണ് സഹായിച്ചത്. നെക്സ്റ്റ്, ഹൗ ഡസ് ഫാദർ റെസ്പോണ്ട് വെൻ ഹി ഡിസ്കവേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്? അപ്പോൾ മകളുടെ ഏറ്റവും വലിയ കടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ അച്ഛൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? When he discovers his daughter's biggest debt, every wrinkle in his face trembles and tears come into his eyes. കണ്ണിലൂടെ എന്ത് ചെയ്തു, വെള്ളം വരികയാണ് ചെയ്തത് അല്ലേ. അടുത്ത ചോദ്യം, ഹൗ ഷാൾ ഐ റീപേ ദിസ് ഡെപ്റ്റ്? വാട്ട് ഡസ് സെൽമ മീൻ ബൈ ദിസ്? ഞാൻ എങ്ങനെയാണ് ഈ കടം വീട്ടുക? ഇതുകൊണ്ട് സെൽമ എന്താ ഉദ്ദേശിക്കുന്നത്? By this, Selma means that the Swedish Academy has not only given her honor and money, but also shown its trust in her. അപ്പോൾ ഈ സ്വീഡിഷ് അക്കാഡമി ഒരിക്കലും ഇവർക്ക് ഈ ബഹുമതിയും പണവും മാത്രമല്ല കൊടുക്കുന്നത്, അവരെ ഓരോ നുക്ക് ആൻഡ് കോർണറിൽ അവരെ വിശ്വസിച്ചു. ഈ ഹോൾ വേൾഡിന് മുന്നിൽ, ഔട്ട് ബിഫോർ ദ ഹോൾ വേൾഡിന് മുന്നിൽ അവരെ തുറന്ന് കാണിക്കാൻ അവർ ശ്രമിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്കുള്ളത്
ലെറ്റ്സ് റിവൈൻഡ് ആണ് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് റിവൈൻഡ് നമുക്ക് നോക്കാം. റീഡ് സെൽമ ലാഗർലോ സ്പീച്ച് അഗൈൻ ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി ബൈ ട്രെയിൻ? ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ദ നറേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ ട്രെയിൻ ജേർണിയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ നറേറ്ററിൻ്റെ തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷനുമായിട്ട് റിലേറ്റ് ആവുന്നതാണ്. ഇൻ ദ പാസ്റ്റ് ഷീ ട്രാവൽ ബൈ ട്രെയിൻ ടു സ്റ്റോക്ക്ഹോം ഫോർ പാസിംഗ് എക്സാംസ്. നൗ ഷീ ഈസ് ട്രാവലിംഗ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ്. വെൻ എ ട്രെയിൻ സ്റ്റാർട്ട്സ് എ ജേർണി there is a lot of rustle and bustle, but then it gathers speed and glides smoothly. So was her literary journey not smooth initially, but then becoming smooth. The journey gave her time to think various people and things that had helped her to become eligible to receive the Nobel Prize. സോ ഈ ട്രെയിൻ ജേർണി ആദ്യം നമ്മൾ ട്രെയിൻ എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുമല്ലോ, കടകടാ പറഞ്ഞിട്ട്, പിന്നീട് സ്മൂത്ത് ആയിരിക്കും അല്ലേ ആ ജേർണി. അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ എഴുത്തിൻ്റെ ജേർണിയും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ, പിന്നീട് അത് സ്മൂത്തായി. അങ്ങനെ പതുക്കെ പതുക്കെ അവർ നൊബേൽ പ്രൈസിലേക്ക് എത്തി. അടുത്തത്, എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ് ടു നേച്ചർ, സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്പീച്ച്. ദ റൈറ്റർ ഫീൽസ് ഇൻഡെപ്റ്റഡ് ടു നേച്ചർ ഫോർ അവർ അച്ചീവ്മെൻറ്റ്സ്. അതായത് വീട്ടാൻ പറ്റാത്ത കടമാണ് പ്രകൃതിയോട് അവർക്ക് അവർ പറയുന്നത്. നോട്ട് ഓൺലി പീപ്പിൾ ബട്ട് നേച്ചർ. ആളുകളോട് മാത്രമല്ല, നമ്മുടെ പ്രകൃതിയോടും. ഓൾസോ പ്ലേഡ് എ ബിഗ് റോൾ ഇൻ മേക്കിംഗ് ദ റൈറ്റർ എ നോബൽ പ്രൈസ്. ഒരു എഴുത്തുകാരിയെ നോബൽ പ്രൈസിൽ എത്തിക്കാൻ നേച്ചറിനും പങ്കുണ്ട്. നൊബൽ പ്രൈസ് വിന്നർ, ഷീ സേസ് ഐ എം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഇസ് ദ ഹോൾ നേച്ചർ ആസ് വെൽ. ഞാൻ കടക്കാരിയാണ്, ആളുകളോട് മാത്രമല്ല ഈ പ്രകൃതിയോടും. The animals that walk there, the birds in the skies, the trees and flowers, they have all told me some of their secrets. അപ്പോൾ ഈ എർത്തിലെ ആനിമൽസും ആകാശത്തിലെ പറവകളും മരങ്ങളും പൂക്കളും എല്ലാം എനിക്ക് അവർ ഒരുപാട് സീക്രറ്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് മീനിങ് ആണ് കേട്ടോ. ഒരു എഴുത്തുകാരിയുടെ ഇതിൽ പറയുന്നതാണ്. Her father had a prime role in shaping Selma's personality. Describe the role of the following. അപ്പോൾ അവരുടെ അച്ഛന് സൽമയുടെ ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണതിൽ വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേച്ചർ, ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ലിറ്ററേച്ചർ, ഹെർ റീഡേഴ്സ്, ആർട്ട് എന്ന് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് എഴുതണം. നമുക്ക് നോക്കാം. നേച്ചർ, she thought there was poetry in hard rocks and black forest. The animals that walk the earth, the birds in the skies, the trees and flowers all told her some of their secrets. Literature ആണെങ്കിൽ, she had heard Bellman's song from her father. She got influenced by writers like Tegner, Ronberg and Anderson, who had written many fairy tales and stories of heroes. Art, she was influenced by the great painters of her time and also the Renaissance arts. Her friends and family, she was especially influenced by her father and her friends Isolde. They all tried to open the door for her when no one dared to believe her. ഇത് തന്നെയാണ് റീഡേഴ്സിലും എഴുതേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ഫാമിലി, ഫ്രണ്ട്സും റീഡേഴ്സും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ വരുന്ന ലാസ്റ്റ് വരി തന്നെയാണ് റീഡേഴ്സിലും വരിക. അപ്പോൾ അത് എഴുതിയാൽ മതി. അത് എഴുതിയിട്ടുണ്ട് ഇവിടെ. Her readers supported her as they went on buying and reading her books. There were people who praised her and also people who criticized her. Even the critics helped her by enabling her to correct her mistakes and improve her writing. ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരിക. നെക്സ്റ്റ് വരുന്നത്, how does Selma express her gratitude ആണ്. Selma is grateful to so many people and so many things. So she expresses her gratitude by inviting all those present in the award ceremony to join her in the toast which she has the honor to propose to the Swedish Academy. എല്ലാവരെയും ക്ഷണിച്ചു, എന്നിട്ടാണ് അവരോടുള്ള ബഹുമാനം കാണിച്ചത്, താങ്ക്സ് അറിയിച്ചത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ദ സ്പീക്കർ മീൻസ് ബൈ സേയിങ് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, എൻ്റെ വലിയ കടം വീട്ടാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. She had mentioned many persons and things, including her father and other members of her family, her friends like Isolde, the poor homeless vagabonds who used to sing all those songs, the old men and women for telling her wonderful stories about water sprites and enchanted maidens, the nature, the animals, the birds in the skies, the trees and flowers for telling her some of their secrets, for enabling her to get the Nobel Prize. But she had not so far mentioned the Swedish Academy to which she owes the big. What according to you is Selma Lagerlof's message to her audience and to us? Selma Lagerlof എന്ത് മെസ്സേജാണ് ഓഡിയൻസിനും നമുക്കും തരുന്നത്?
Selma Lagerlof's message to her audience and to us is that success comes to us through the support and encouragement of many people and things. വിജയം നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായത്തോടും എൻകറേജ്മെൻറ്റിലുമാണ് ലഭിക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഒരു വിജയിക്കുന്ന ആളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് അയാൾക്ക് കിട്ടുന്നുണ്ടാവും. വി ഷുഡ് നെവർ ഫീൽ ദാറ്റ് വി ഹാവ് സക്സീഡഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ ഓൺ മെറിറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. നമ്മൾ ഒരിക്കലും ഫീൽ ചെയ്യാനോ തിങ്ക് ചെയ്യാനോ പാടില്ല നമ്മുടെ ഒറ്റ കഴിവ് കൊണ്ടാണ്, നമ്മുടെ ഒറ്റ ഗുണം കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടാണ് നമുക്കിത് കിട്ടിയെന്ന് നമ്മൾ അങ്ങനെ കരുതരുത്. അതിൽ ഒരുപാട് ആളുകൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ്സിലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.